നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ന് ഉത്രാടനാളിൽ ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കെല്ലാം വെപ്രാളം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കാലമേറെ പുരോഗമിച്ചിട്ടും നാട്ടുമ്പുറത്ത് ഇന്നും ഉത്രാടത്തിരക്ക് നിലനിൽക്കുന്നു. ഇന്നലെ ചന്തകളിൽ വൻ തിരക്കായിരുന്നു. ഉപഭോക്താക്കളിൽ അധികവും സ്ത്രീകൾ. അടുക്കളയിലെ ഉത്സവമാണ് ഇന്ന്. നാനാവിധമായ പച്ചക്കറികൾ കലവറ നിറഞ്ഞ് ബാക്കിയുള്ളവ അടുക്കളയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കാണാൻ ആറന്മുളയിലെ വീടുകളിലെത്തണം. ഉടവില്ലാതെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു വരുന്ന നാടാണിത്. ആചാരപ്പെരുമയിൽ കാട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും തിരുവോണത്തോണി ഇന്ന് സന്ധ്യയോടെ തിരുവാറന്മുളയ്ക്ക് യാത്ര തിരിക്കും. കഴിഞ്ഞ ദിവസം കോട്ടയം കുമാരനെല്ലൂർ മങ്ങാട്ട് കടവിൽ നിന്ന് അറിയിപ്പ് തോണിയിൽ യാത്ര പുറപ്പെട്ട മങ്ങാട്ടില്ലം അനൂപ് നാരായണ ഭട്ടതിരി വിവിധ നദികൾ പിന്നിട്ട് ഇന്ന് കാട്ടൂർ മഠത്തിൽ എത്തിച്ചേരും. ഉച്ചയോടെ കാട്ടൂർ ക്ഷേത്രക്കടവിലെത്തുന്ന ഭട്ടതിരിയെ ഉപദേശക സമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് ആചാരപൂർവ്വമാണ് സ്വീകരിക്കുക. ഭട്ടതിരി വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായി ഭഗവാനെ വണങ്ങിയ ശേഷം മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും പകർന്നു നൽകിയ ദീപവുമായി ക്ഷേത്രക്കടവിൽ തയ്യാറാക്കി നിർത്തിയ തിരുവോണത്തോണിയിലേക്ക് പ്രവേശിക്കും. ഈ ദീപമാണ് ആറന്മുള ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ തിരുവോണനാൾ രാവിലെ തെളിയിക്കുക. ദീപം തോണിയിൽ പ്രതിഷ്ഠിക്കുന്നതോടെ ഭഗവാനുള്ള തിരുവോണ വിഭവങ്ങളും കയറ്റും. തോണിക്ക് അകമ്പടി സേവിക്കാനായി പള്ളിയോടങ്ങൾ വൈകിട്ട് 5 മണിയോടെ ക്ഷേത്രക്കടവിലെത്തും. വഞ്ചിപ്പാട്ടും വായ്ക്കുരുവയും നിറഞ്ഞ മുഹൂർത്തത്തിൽ തോണി ആദ്യം കിഴക്കോട്ടാണ് പോവുക. തുടർന്ന് തിരിഞ്ഞ് ഒഴുക്കിന് അനുകൂലമായി ആറന്മുളയ്ക്ക് നീങ്ങും. ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും നടത്താൻ പോകുന്നത് അയ്യപ്പ ഭക്ത സംഗമമല്ല, വ്യവസായ സംഗമമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. മതേതര സർക്കാരിന് ധാർമ്മികമായി ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനുള്ള അവകാശമില്ല. ശബരിമല ക്ഷേത്രം സർക്കാരിന്റേതല്ല. 1949 ഒരു കവന്റ് പ്രകാരം രാജഭരണത്തിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ സ്വതന്ത്ര പരമാധികാര സ്ഥാപനമായ ദേവസ്വം ബോർഡിനാണ് വിട്ടുകൊടുത്തത്. അതിനുവേണ്ടി പ്രത്യേക ചട്ടവും രൂപീകരിച്ചു. അത് പ്രകാരം ദേവസ്വം ബോർഡ് സ്വതന്ത്ര പരമാധികാര ധർമ്മ സ്ഥാപനമാണ്. അതിൽ ബാഹ്യശക്തികൾക്ക് ആർക്കും ഒരു പങ്കുമില്ല, ഒരു ഇടപെടലും പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്കിടയിലൂടെ ആഡംബര ബൈക്ക് ഓടിച്ച സംഭവം റെയിൽവേ പോലീസിലെ പ്രത്യേക സംഘം അന്വേഷിക്കും. റെയിൽവേ പോലീസ് എറണാകുളം DYSP ജോർജ് ജോസഫാണ് അന്വേഷണ ചുമതല. 2 ഇൻസ്പെക്ടർമാരും SI-മാരും സംഘത്തിലുണ്ട്. സംഭവത്തിൽ പോലീസ് തെരയുന്ന പെരുമ്പാവൂർ മുടിക്കൽ മൗലുദുപുര സ്വദേശി MA അജ്മലിനെ ഇന്നലെയും കണ്ടെത്താനായില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുക്കുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് DCCയിൽ സുജിത്തിനെ കാണും. പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് ഇന്നലെ വ്യക്തമാക്കിയത്. അധ്യാപക യോഗ്യതാ പരീക്ഷ ടെറ്റ് പാസ്സാകാത്തവർക്ക് തുടരാനാവില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ സംസ്ഥാനത്തെ 1.5 ലക്ഷത്തിലേറെ അധ്യാപകർക്ക് തൊഴിൽ ഭീഷണി. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം RTE വരുന്നതിനു മുമ്പ് അധ്യാപകരായവർക്കും ടെറ്റ് യോഗ്യത നിർബന്ധമാണെന്ന് കോടതി വിധി. ഇതോടെ ഇത്രയും കാലം അധ്യാപകർക്ക് ഇളവനുവദിച്ച സംസ്ഥാന സർക്കാർ ഇനി മാറി ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിക്കേണ്ടി വരും. എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് വ്യാപക ക്രമക്കേടുകൾ. ബാർ, കള്ളുഷാപ്പ് ഉടമകളിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി 2,12,500 രൂപ കൈക്കൂലി വാങ്ങിയതായും കണ്ടെത്തി. വിവിധ ഓഫീസുകളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 28,164 രൂപയും ബാറുകളിൽ നിന്ന് കൈപ്പറ്റിയ 25 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ സേഫ് സിപ്പ് എന്ന പേരിലായിരുന്നു പരിശോധന. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്ന് പ്രതിപക്ഷം. ഇതടക്കം പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയും സർക്കാരും ഉത്തരം പറയാതെ അയ്യപ്പ സംഘവുമായി UDF സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷ പരിപാടികൾക്ക് തുടക്കം. കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വാരാഘോഷം ഉദ്ഘാടനം ചെയ്തത്. നടനും സംവിധായകനുമായ ബേസിൽ ജോസഫും തമിഴ് സിനിമാ താരം രവി മോഹനും പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ഒരുക്കിയ ഓണസദ്യയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പങ്കെടുത്തു. ഒരാഴ്ചക്കാലം 33 വേദികളിലായാണ് ആഘോഷ പരിപാടികൾ. 10,000-ലധികം കലാകാരന്മാർ ആഘോഷങ്ങളുടെ ഭാഗമാകും. 5, 6, 7 തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോ സംഘടിപ്പിക്കും. 1000-ഓളം ഡ്രോണുകൾ ഷോയിലുണ്ടാകും. ഈ മാസം 9 നടക്കുന്ന ഘോഷയാത്രയോടെ ഓണം വാരാഘോഷം സമാപിക്കും. ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നിർവഹിക്കും. ചരക്ക് സേവന നികുതി വെട്ടിക്കുറയ്ക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തിന് GST കൌൺസിലിന്റെ അംഗീകാരം. ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി നിരവധി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കുറയും.
കേരളത്തിന് ഇത് നരേന്ദ്രമോദിയുടെ തിരുവോണ സമ്മാനമായി. നിലവിലെ 5%, 12%, 18%, 28% സ്ലാബുകൾ 12-28% സ്ലാബുകൾ ഒഴിവാക്കും. 12% നികുതി ഉണ്ടായിരുന്ന സ്ലാബിലെ 99% ഉൽപ്പന്നങ്ങളെയും 5% സ്ലാബിലേക്കും 28% സ്ലാബിലെ ഒട്ടുമിക്കവയും 18% സ്ലാബിലേക്കും മാറ്റും. ഈ മാസം 22 മുതൽ പുതിയ ഘടന നിലവിൽ വരുമെന്ന് യോഗത്തിന് ശേഷം നിർമ്മലാ സീതാരാമൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിങ്ങാലക്കുടയുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് ആശ്വാസവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓണസമ്മാനം. പാലരുവി എക്സ്പ്രസിന് ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പ് അനുവദിച്ചതായി സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇരിങ്ങാലക്കുടക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യം സുരേഷ് ഗോപി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ അറിയിക്കുകയും റെയിൽവേ മന്ത്രാലയം ഈ ആവശ്യം അംഗീകരിക്കുകയുമായിരുന്നു. പുതിയ ബിച്ചോം ജില്ലയുടെ സ്ഥലം തെരഞ്ഞെടുക്കുന്നതിനായി അരുണാചൽ പ്രദേശിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ വേളയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു തദ്ദേശീയരോടൊപ്പം പരമ്പരാഗത നാടോടി നൃത്തത്തിൽ പങ്കെടുത്തു. മുംബൈക്കടുത്തുള്ള കർജാത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഹലാൽ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടൌൺഷിപ്പ് വികസിപ്പിക്കുന്നതായി വെളിപ്പെടുത്തിയതിനെ തുടർന്ന് പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC അംഗം പ്രിയങ്ക് കനുങ്കോയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അദ്ദേഹം എക്സിൽ പദ്ധതിയുടെ പ്രൊമോഷണൽ വീഡിയോ പങ്കിട്ടു. ക്ലിപ്പ് പോസ്റ്റ് ചെയ്തുകൊണ്ട് കനുങ്കോ എഴുതി, ഇത് പരസ്യമല്ല, വിഷമാണ്. മുംബൈക്ക് അടുത്തുള്ള കർജാത്തിൽ മുസ്ലിം വിശ്വാസത്തിലുള്ള ആളുകൾക്ക് മാത്രമായി ഒരു ടൌൺഷിപ്പ് നിർമ്മിക്കുന്നു. അത് ഒരു ഹലാൽ ജീവിതശൈലി വാഗ്ദാനം ചെയ്യുന്നു. ഇത് രാജ്യത്തിനുള്ളിലെ ഒരു രാഷ്ട്രം എന്നതിൽ കുറഞ്ഞതല്ല. മഹാരാഷ്ട്ര സർക്കാരിന് ഒരു നോട്ടീസ് അയക്കുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ മകൾ ആദ്യമായി ഒരു അന്താരാഷ്ട്ര വേദിയിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തിയതിന്റെ 80ാം വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ചൈന നടത്തിയ സൈനിക പരേഡിലാണ് കിം ജോങ് ഉന്നിന്റെ കൗമാരക്കാരിയായ മകൾ കിം ജു ഐ ആദ്യമായി ഒരു അന്താരാഷ്ട്ര പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. ഇതോടെ ഉത്തര കൊറിയയുടെ അടുത്ത ഭരണാധികാരിയും കിമ്മിന്റെ പിൻഗാമിയും മകളായിരിക്കുമെന്ന സൂചന ശക്തിപ്പെടുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യയോട് കൽപ്പന നൽകാൻ കഴിയില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബുധനാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു. ബീജിംഗിൽ സൈനിക പരേഡിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ട്രംപിന്റെ താരിഫ് ആക്രമണത്തിൽ ഇന്ത്യയും ചൈനയും പിന്തുണച്ച പുടിൻ രംഗത്തെത്തി. ഉക്രൈനിയൻ പ്രദേശങ്ങളിൽ റഷ്യ ആരംഭിച്ച വൻ വ്യോമാക്രമണം ഉക്രൈനിയൻ ഉദ്യോഗസ്ഥരും മാധ്യമ സ്രോതസ്സുകളും സ്ഥിരീകരിച്ചു. മണിക്കൂറുകളോളം രാജ്യത്തുടനീളം വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ വീണ്ടും ഉയർന്നു. ഉക്രൈനിലെ 24 പ്രദേശങ്ങളിൽ 9 എണ്ണത്തിലും വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ബുധനാഴ്ച വൈകുന്നേരം പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബിനെ ഫ്യൂണിക്കുലർ ട്രാം പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ 15 പേർ മരിച്ചു. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എലവാഡോർ ഡാ ഗ്ലോറിയ എന്നറിയപ്പെടുന്ന ട്രാമാണ് അപകടത്തിൽപ്പെട്ടത്. തിരക്കേറിയ പ്രാസ ഡോസ് റെസ്റ്റോറന്റുകൾക്ക് സമീപമാണ് അപകടം നടന്നത്. വിദേശ പൌരന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിൽ ഇന്ത്യയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി റഷ്യ. S-400 മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളുടെ ഇടപാടുകളിൽ ധാരണയാകുമെന്നാണ് സൂചന. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് ഇന്ത്യ കൂടുതൽ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നത്. ഇന്ത്യ പാക് അതിർത്തിയിൽ വിന്യസിച്ച S-400 മിസൈലുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നതിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്ക 2025 അവസാനം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന് പ്രമുഖ അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി കൃത്യമായി പ്രവചിച്ചിരുന്ന പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ മാർക്ക് സാൻഡി, ചീഫ് എക്കണോമിസ്റ്റ് മൂഡീസ് അനലിറ്റിക്സ് തന്നെയാണ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഗുരുതര പ്രതിസന്ധിയിലാണെന്ന വിലയിരുത്തൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏകദേശം $2 ബില്യൺ ഫെഡറൽ ഗ്രാന്റുകൾ മരവിപ്പിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം ഹാർവാർഡ് സർവകലാശാലയുടെ 1ാം ഭേദഗതി അവകാശങ്ങളും ഫെഡറൽ നിയമവും ലംഘിച്ചുവെന്ന് US ജില്ലാ ജഡ്ജി അലൻസൺ ബറോസ് വിധിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായുള്ള വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടത്തിൽ ഹാർവാർഡിന് ലഭിച്ച ഒരു പ്രധാന നിയമപരമായ വിജയമാണ് ഈ തീരുമാനം. ക്യാമ്പസിലെ സെമിറ്റിസം വിരുദ്ധത ഹാർവാർഡ് കൈകാര്യം ചെയ്യുന്നതിനെതിരെ ഫെഡറൽ ഗവേഷണ ഗ്രാന്റുകൾ റദ്ദാക്കാനും ഫണ്ടിംഗ് മരവിപ്പിക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ തടഞ്ഞുകൊണ്ട് ജഡ്ജി ബറോസ് 84 പേജുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ടെലിഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട ദൃശ്യങ്ങളിൽ കിം ജോങ് ഉന്നിന്റെ ജീവനക്കാർ നേതാവ് തൊട്ട എല്ലാ പ്രതലങ്ങളും വൃത്തിയാക്കുന്നത് കാണാം. കസേരയുടെ പിൻഭാഗം പോളിഷ് ചെയ്തു, അതിന്റെ ആംബ്രസ്റ്റുകൾ തുടച്ചു, സൈഡ് ടേബിൾ പോലും വൃത്തിയാക്കി. അദ്ദേഹത്തിന്റെ കുടിവെള്ള ഗ്ലാസ് ഒരു ട്രേയിൽ കൊണ്ടുപോയി. കിമ്മിന്റെ ഫോറൻസിക് തലത്തിലുള്ള മുൻകരുതലുകൾക്ക് കാരണം വ്യക്തമല്ല. റഷ്യയുടെ സുരക്ഷാ സേവനങ്ങളെക്കുറിച്ചുള്ള ഭയമോ ചൈനയുടെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്കയോ ആകാം ഇതിന് കാരണമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.